ലൈഫിൽ നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ട പഠിച്ചിരിക്കേണ്ട കുറച്ച് ലെസൺസ് ഉണ്ട്. അത് അറിഞ്ഞിട്ടില്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. അതിനി നമ്മുടെ ലൈഫിൽ നിന്നും ആയിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ ലൈഫിൽ നിന്നും ആയിക്കോട്ടെ, അല്ലെങ്കിൽ വായിച്ചിട്ടോ ഏതെങ്കിലും ബുക്സ് വായിച്ചിട്ടോ അല്ലെങ്കിൽ കേട്ടിട്ടോ കണ്ടിട്ടോ എങ്ങനെ ആയിക്കോട്ടെ, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, നമ്മൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് ലെസൺസ് ഉണ്ട്. അതിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വെൽക്കം ടു ജസ്റ്റ് ടോക്ക്. മെന്റാലിറ്റി ഭയങ്കരമാണ്. അപ്പൊ എല്ലാവരും ചാടിക്കേറി അങ്ങോട്ട് പോയിട്ട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ നിങ്ങൾ ദയവ് ചെയ്ത് ചെയ്യരുത്. അപ്പൊ നിങ്ങളുടെ കാഴ്ചപ്പാട്, നിങ്ങളുടെ പെർസ്പെക്റ്റീവ് ആയിരിക്കില്ല മറ്റൊരാൾക്കെന്ന് പറയുന്നത്. മേ ബി അവർ ചെയ്യുന്ന കാര്യം ചിലപ്പോൾ കറക്റ്റ് ആണെന്നായിരിക്കും അവരുടെ ഒരു പെർസ്പെക്റ്റീവില്. നിങ്ങളുടെ പെർസ്പെക്റ്റീവിൽ അത് തെറ്റായിരിക്കും എന്ന് കരുതി ചാടിക്കേറി അവരെ പോയി തിരുത്താൻ നിൽക്കരുത്. അപ്പൊ ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും സഹായം വേണമെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ അടുത്തേക്ക് വന്നോടും. നിങ്ങളുടെ സഹായം ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് വന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അല്ലാണ്ട് അങ്ങോട്ട് പോയിട്ട് വെറുതെ ഇൻട്രപ്റ്റ് ചെയ്തിട്ട് അവരെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് നിങ്ങൾ നിൽക്കരുത് ദയവേത്. സൈക്കിൾ ചവിട്ടാൻ എങ്ങനെയാണ് സൈക്കിൾ ചവിട്ടേണ്ടത് എന്നുള്ള അറിയാം. ഈ ഒരു ആക്ഷൻ എടുത്താലാണ് സൈക്കിൾ ചവിട്ടാൻ പറ്റുക എന്നുള്ളതൊക്കെ അറിയാം. പക്ഷെ അങ്ങനെ അറിഞ്ഞിരുന്നുകൊണ്ട് കാര്യമുണ്ടോ? നമ്മളത് ചെയ്താൽ മാത്രമല്ലേ നമ്മൾ പ്രോപ്പറായിട്ട് സൈക്കിൾ ചവിട്ടാൻ പഠിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു ചിത്രം വരയ്ക്കാൻ, ഡ്രോയിങ്ങിനെ കുറിച്ച് ഏതാണ് ബ്രഷ് നല്ലത്, ഏതാണ് പെൻസിൽ നല്ലത്, എപ്പോഴാണ് എങ്ങനെ വരയ്ക്കണം എന്നൊക്കെ അറിയാം. പക്ഷെ നമ്മൾ വരയ്ക്കുന്നില്ല. വരയ്ക്കാണ്ടായാൽ നമുക്ക് എങ്ങനെ, അത് പ്രാക്ടീസ് ചെയ്യാണ്ടായാൽ നമുക്ക് എങ്ങനെ അറിയാം അയാൾ ഒരു ഡ്രോയർ ആണെന്നുള്ളത് നമുക്ക് പ്രോപ്പറായിട്ട് പറയാൻ പറ്റും? ഒരിക്കലുമില്ല. സോ എത്ര തിയറി അറിഞ്ഞിട്ടും കാര്യമില്ല. പ്രാക്ടിക്കലി അത് അപ്ലൈ ചെയ്താൽ മാത്രമാണ് നമുക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റുള്ളൂ. നമുക്കൊക്കെ ഒരു പ്രശ്നമുണ്ട്. നമ്മളൊരു കാര്യം ചെയ്യാൻ നമുക്കറിയാം, നമുക്കത് ചെയ്യണമെന്നുണ്ട്. പക്ഷെ നമുക്ക് അത് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് വരാറുണ്ട് അല്ലേ? എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് കുറ്റബോധത്തിലൂടെ കടന്നു പോകും. അയ്യോ, അത് ആ സമയത്ത് ചെയ്താൽ മതിയായിരുന്നു എന്നുള്ളത്. അതെന്തുകൊണ്ടാണ്? നമുക്ക് ആ ഒരു കറേജും ആ ഒരു കോൺഫിഡൻസും ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് കറക്റ്റ് ടൈമിൽ അറിഞ്ഞിട്ട് പോലും ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിട്ട് പോലും ചെയ്യാൻ പറ്റാണ്ടായി പോകുന്നത്. പിന്നീട് അത് ആലോചിച്ച് കുറ്റബോധം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ സിറ്റുവേഷൻസ് മാക്സിമം ഒഴിവാക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു കാര്യം ചെയ്യാൻ ഇതാണ് റൈറ്റ് ടൈം എന്ന് തോന്നിക്കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം നിങ്ങളത് ചെയ്താൽ സക്സസ്ഫുൾ ആവുമെന്ന് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കാര്യം ചെയ്യുക. പിന്നീട് അത് ആലോചിച്ച് റിഗ്രറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ലൈഫാണ്, അത് പോയിക്കൊണ്ടേയിരിക്കും. നമുക്കൊരിക്കലും അത് ആ ഒരു ടൈമിലേക്ക് തിരിച്ചു പോകാനോ അത് ആ ഒരു മിസ്റ്റേക്ക് തിരുത്താനോ ചെയ്യണമെന്ന് ആഗ്രഹിച്ച കാര്യം പിന്നീട് ചെയ്യാനോ ഒന്നും പറ്റില്ല. സോ നിങ്ങൾക്ക് ഒരു മൊമെന്റിൽ അത് ചെയ്യണം തോന്നിക്കഴിഞ്ഞാൽ, എന്തെങ്കിലും കാര്യം അച്ചീവ് ചെയ്യണം തോന്നിക്കഴിഞ്ഞാൽ ആ മൊമെന്റിൽ നിങ്ങൾ അത് ചെയ്തുകൊണ്ടേ ഇരിക്കുക. പിന്നെ കുറ്റബോധം വന്നിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. സോ ആ ഒരു കോൺഫിഡൻസും കറേജും നിങ്ങൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് നോക്കുക. ഓക്കെ, സിറ്റുവേഷൻ അനുസരിച്ച് ഫ്ലെക്സിബിൾ ആവാന്നുള്ളത്. എല്ലാ സിറ്റുവേഷനും നമുക്ക് ചിലപ്പോൾ ഇഷ്ടമായിക്കോണമെന്നൊന്നും ഇല്ല. നമ്മുടെ ലൈഫിൽ പല പല സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോവുകയൊക്കെ ചെയ്യും. പക്ഷെ അതിനനുസരിച്ച് നിങ്ങളും കൂടെ ഒന്ന് കംഫർട്ടബിൾ ആവുക, ഫ്ലെക്സിബിൾ ആവുക എന്നുള്ളത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അല്ലാണ്ട് ഞാൻ വിചാരിച്ചവിടെ ഞാൻ ഇരിക്കുകയുള്ളൂ, ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യമേ നമ്മൾ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ ചില മൊമെന്റിലും ചില പോയിന്റിലും നമുക്കത് പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ആ നിങ്ങൾ ഏത് സിറ്റുവേഷനിലാണോ നിൽക്കുക അതിനനുസരിച്ച് ഫ്ലെക്സിബിൾ ആവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ലൈഫിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് നോക്കുക, അറിഞ്ഞിരിക്കുക. ഇങ്ങനെയൊക്കെയാണ് ലൈഫ് എന്നുള്ളൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഗോൾ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമാണ് നമ്മുടെ ലൈഫിൽ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ.